ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ആതിരപ്പള്ളിയുടെ ആനലോകത്ത് ഒരു കുട്ടിയാന കളിച്ചു നടക്കുന്നുണ്ട്. വന്യജീവികർക്കും വനമുദ്യോഗസ്ഥർക്കും അത്ഭുതം നിറച്ചുകൊണ്ട്. തുമ്പിക്കൈ ഇല്ലാതെയാണ് 3 വയസ്സു കഴിഞ്ഞ ഈ കുഞ്ഞൻ്റെ ജീവിതം. ആന എന്ന ഏറ്റവും വലിയ ജീവിയെക്കുറിച്ച് പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളിലൊന്നും തുമ്പിയില്ല ആനക്കുട്ടി ഇതുവരെ വന്നിട്ടില്ല. ആടും പശുവും തിന്നുന്ന പോലെ പുല്ലു തിന്ന് പുഴയിലിറങ്ങി വെള്ളം കുടിച്ച് അമ്മയാനക്കൊപ്പം ഉല്ലസിച്ച് നടക്കുകയാണ് ഈ കുഞ്ഞാന. വരാനിരിക്കുന്ന ദുരന്ത സാധ്യതകളെ ഈ കുഞ്ഞൻ അറിയുന്നുണ്ടാവില്ലല്ലോ. തുമ്പിക്കൈ ഇല്ലാതാവുമ്പോൾ ആനകൾക്ക് നഷ്ടമാവുന്നത് അവയുടെ സാമൂഹിക ജീവിതം കൂടിയാണ്. ഇന്ദ്രിയ ചോദനകളെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. ജീവി എന്ന നിലയിലുള്ള അവയുടെ വ്യക്തിത്വം കൂടിയാണ്. കാരണം പരസ്പരം വാത്സല്യം പ്രകടിപ്പിക്കാനും പ്രണയം അറിയിക്കാനും പ്രതിഷേധമുയർത്താനും മറ്റ് ആശയവിനിമയങ്ങൾക്കുമെല്ലാം തുമ്പിക്കൈ വേണം. 40,000-ത്തിലധികം വരുന്ന പേശികൾ, തലച്ചോറിൽ നിന്നെത്തുന്ന നാഡികൾ എന്നിവ തുമ്പിയിലാണ് പ്രകൃതി ഒരുക്കിവച്ചിരിക്കുന്നത്. മനുഷ്യന് കൈകളെന്ന പോലെയാണ്, ഒരുപക്ഷെ അതിനേക്കാളേറെയാണ് ആനകൾക്ക് ഈ അവയവം. മനുഷ്യ ശരീരത്തിൽ 600ഓളം മാത്രം പേശികളാണെന്നോർക്കുക. ഭാരം ഉയർത്താനും വലിച്ചെടുക്കാനും വലിച്ചെറിയാനും തുമ്പികൾക്ക് കഴിയുന്നത് പേശികളുടെ ഈ സമൃദ്ധി കാരണമാണ്. നീണ്ട നേരം തൊട്ടും താഴ്കിയുമാണ് ആണാനകൾ ഇണയെ പ്രാപിക്കുന്നത്. തുമ്പിക്കൈയിലെ നാഡികളാണ് അവയുടെ ഉത്തേജനത്തിന് ഹോർമോണുകളുടെ സന്ദേശമെത്തിക്കുന്നത്. അതീവ സംവേദനക്ഷമമാണ് തുമ്പിക്കൈക്ക്. വളരെ ചെറിയ സാധനങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് നിലത്ത് നിന്നെടുക്കാൻ അവക്ക് കഴിയുന്നതും അതുകൊണ്ടാണ്. ആനയുടെ തുമ്പിക്കൈക്ക് എല്ലുകളോ സന്ധികളോ ഇല്ലാത്തതിനാലാണ് പൂർണ്ണമായ വഴക്കം കിട്ടുന്നത്. മസ്കുലർ ഹൈഡ്രോസ്റ്റാറ്റുകൾ എന്നാണ് ഇത്തരം അവയവങ്ങളെ വിശേഷിപ്പിക്കുക. ചെവിയാട്ടിയും തുമ്പിയിലൂടെ ചൂട് പുറത്തുവിട്ടുമാണ് അവ ശരീരം തണുപ്പിക്കുന്നത്. അമ്മയാനകൾ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതും തൻ്റെ വഴിയെ നടത്തുന്നതും മുല ചുരത്താൻ അകിടിലേക്ക് അടുപ്പിക്കുന്നതുമെല്ലാം തുമ്പിക്കൈ ഉപയോഗിച്ചാണ്. എല്ലാ ജീവികൾക്കുമെന്ന പോലെ ആനകളുടെ ശരീരത്തിനും ഘടനാപരമായ സന്തുലനവും സൗന്ദര്യവുമുണ്ട്. തൂണുപോലുള്ള വലിയ കാലുകളിൽ ഭൂമിയിൽ നിന്ന് ഏറെ ഉയർന്നു നിൽക്കുമ്പോഴും തുമ്പികൊണ്ട് ഭൂമിയെ നിരന്തരം സ്പർശിച്ചുകൊണ്ടും മണത്തുകൊണ്ടുമാണ് ആനകൾ ജീവിക്കുന്നത്. തിന്നുന്ന ഇലയിലെ ഉറുമ്പിനെ പോലും അത് തിരിച്ചറിയുന്നു. മുന്നിലൊരു ചതിക്കോഴിയുണ്ടെന്നു തോന്നിയാൽ അത് തുമ്പിക്കൊണ്ട് പരിശോധിക്കുന്നു. ചതിക്കോഴിയിൽ വീണാൽ ചുറ്റിപ്പിടിച്ച് പുറത്തേക്കു കടക്കാനൊരു മരച്ചില്ല തേടുന്നത് ചിത്രങ്ങളിലും വീഡിയോകളിലും കാണാം. കൊമ്പുകളേക്കാൾ കൂടുതലായി അവ സ്വയം പ്രതിരോധം തീർക്കുന്നത് തുമ്പികൊണ്ടാണ്. ചിന്നംവിളി എന്നു പറയുന്ന കാഹളമുണ്ടാവുന്നത് തുമ്പിയിലൂടെ ശക്തിയായി വായു കടത്തിവിടുമ്പോഴാണ്. ഈ ശബ്ദം ഇണക്കത്തിനും ആക്രമണത്തിനുമെല്ലാം ഉപയോഗിക്കും. തുമ്പിയില്ലെങ്കിൽ ഈ പ്രതികരണമെല്ലാം ഇല്ലാതാവും. മേൽച്ചുണ്ടിൻ്റെയും മൂക്കിൻ്റെയും വിപുലീകരണമാണ് തുമ്പിക്കൈ. ജീവിതകാലം മുഴുവൻ അത് വളർന്നുകൊണ്ടിരിക്കും. മുതിർന്ന ആനകളാണ് തുമ്പിക്കൈ ഉപയോഗിക്കേണ്ട വിധം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. വെള്ളത്തിനടിയിലൂടെ നീന്തുമ്പോൾ തുമ്പി ഇടയ്ക്കിടെ മുകളിലേക്ക് നീട്ടി ശ്വാസമെടുക്കണം. തുമ്പിക്കൈ ഇല്ലാതാവുമ്പോൾ നീന്താൻ കഴിയുക എന്ന ജന്മശേഷി കൂടി പ്രതിസന്ധിയിലാവുന്നു. ആദ്യം തുമ്പിയിലേക്കും തുടർന്ന് വായിലേക്കും എടുത്താണ് ആനകൾ വെള്ളം കുടിക്കുക എന്നതുകൊണ്ട് ഈ തുമ്പിയില്ല ആനക്കുട്ടിക്ക് മറ്റു ചെറിയ മൃഗങ്ങളെപ്പോലെ കുനിഞ്ഞു നിന്ന് തല താഴ്ത്തി വായിൽ നേരിട്ട് വെള്ളമെടുക്കേണ്ടി വരും. ആനക്ക് ഉയരം കൂടും തോറും ഇത് ഏറെ പ്രയാസകരമാവും. കൊമ്പുകൾ വളർന്നാൽ പിന്നെയും കഠിനമാവും. ഈ ആനക്കുട്ടി ആണോ പെണ്ണോ എന്ന് വ്യക്തമായിട്ടില്ല. വളർത്തുമൃഗങ്ങൾക്ക് കൃത്രിമ അവയവങ്ങൾ ഘടിപ്പിച്ച സംഭവങ്ങൾ വാർത്തയായിട്ടുണ്ട്. ജീവൻ നിലനിർത്താൻ അവയെ അത് സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ ആനകൾക്ക് തുമ്പിക്കൈ എന്നത് കൈക്കാലുകൾ പോലെ അവയവം മാത്രമല്ല, അവയുടെ ജീവിതത്തെ നിശ്ചയിക്കുന്ന ഘടകം കൂടിയാണ്. കൃത്രിമ തുമ്പിക്ക് നിർവഹിക്കാൻ കഴിയാത്ത ധർമ്മങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. നാഡികളും നരമ്പുകളും പേശികളും ചേർന്ന് തലച്ചോറിൽ നിന്ന് സങ്കീർണമായ സന്ദേശങ്ങളെ പ്രതികരണങ്ങളായി മാറ്റുന്നത് തുമ്പിക്കൈയാണ്. 2022 ജനുവരിയിൽ ആതിരപ്പള്ളി ഏഴാറ്റുമുഖത്താണ് ആദ്യം ഈ ആനക്കുട്ടിയെ കണ്ടത്. തുമ്പിയില്ലാത്ത ആനക്കുട്ടി അപൂർവമായ സംഭവമാണ്. അതിൻ്റെ അതിജീവനം കാത്തിരുന്ന് അറിയേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.